അവൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ സ്വന്തം മുഖത്തിന് പകരം വികൃതമായ ഒയിവയുടെ മുഖം കണ്ടു. കുളത്തിലെ വെള്ളത്തിലും എന്തിന് വിളക്കുകളുടെ പ്രകാശത്തിൽ പോലും ഒയിവയുടെ രൂപം അവനെ തുറിച്ചു. ഈ ദൃശ്യങ്ങൾ അവന്റെ ഉറക്കം കെടുത്തി മാനസിക നില തകർത്തു. മാത്രമല്ല, ഒയിവയുടെ മർമ്മരങ്ങളും ഹൃദയം പിളർക്കുന്ന കരച്ചിലും അവന്റെ പേര് വിളിച്ച് ശപിക്കുന്ന ശബ്ദങ്ങളും ഇമോണിന്റെ കാതുകളിൽ മുഴങ്ങി. അവനെ ഭ്രാന്തനാക്കാൻ അവൾ ഈ ശബ്ദങ്ങൾ മാത്രം മതിയായിരുന്നു. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ഒയിവയ്ക്ക് ഇമോണിന്റെ മനസ്സിലേക്ക് കടന്നു കയറാനുള്ള കഴിവുണ്ടായിരുന്നതായും പറയപ്പെടുന്നു. അവന്റെ പേടി സ്വപ്നങ്ങളിൽ അവൾ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ ദുഷ്പ്രവൃത്തികളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. അവന്റെ ഓരോ ചിന്തയിലും അവൾ ഒരു ഭീകരമായ സാന്നിധ്യമായി മാറി. രാത്രിയുടെ നിശബ്ദതയിൽ എഡോ കാലഘട്ടത്തിലെ ജാപ്പനീസ് നഗരങ്ങളിൽ ഒരു പേടിപ്പിക്കുന്ന മർമ്മരം പടർന്നു. ഇരുളിന്റെ മറവിൽ പ്രതികാരദാഹിയായ ഒരു സ്ത്രീയുടെ ആത്മാവ് മനുഷ്യരെ വേട്ടയാടാൻ ഇറങ്ങിയിരിക്കുന്നു. അവളുടെ പേര് ഒയിവ. ഒരു സാമുരായിയായ ടാമിയ ഇമോണിന്റെ ഭാര്യയായിരുന്നു ഒയിവ. അവർക്കൊരു കുഞ്ഞുമുണ്ടായിരുന്നു. ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറി ധനികനാകാൻ മോഹിച്ച ഇമോണിനു മുന്നിൽ ഒരവസരം കടന്നു വന്നു. സമ്പന്നനായ ഒരു അയൽക്കാരന്റെ മകളെ വിവാഹം കഴിക്കുക. പക്ഷേ അതിന് ഒരു നിബന്ധന മാത്രം: ഒയിവയെ ഒഴിവാക്കണം. ഇമോൺ തന്റെ പുതിയ വധുവിനെ വിവാഹം കഴിക്കാൻ ശ്രമിച്ചപ്പോൾ ഭീകരമായ കാഴ്ച അവനെ കാത്തിരുന്നു. മണവാട്ടിയുടെ മുഖത്ത് ഒയിവയുടെ ആ വികൃതമായ മുഖം തെളിഞ്ഞു. ഭയവിഹ്വലനായ ഇമോൺ വാളെടുത്ത് തന്റെ പുതിയ വധുവിനെയും അവളുടെ പിതാവിനെയും വെട്ടിക്കൊന്നു. ഒയിവയുടെ ആത്മാവ് ഇമോണിന്റെ ജീവിതം നരകതുല്യമാക്കി. ഒയിവയുടെ പ്രേതം അവനെ നിഴൽ പോലെ പിന്തുടർന്നു. അവന്റെ ഉറക്കം കെടുത്തി ഭ്രാന്തനാക്കി. ഇമോൺ എവിടെ പോയാലും ഒയിവയുടെ രൂപം അവനെ തുറിച്ചു നോക്കി. ഒയിവയെ ഇല്ലാതാക്കാൻ ഇമോൺ തെരഞ്ഞെടുത്ത വഴി ക്രൂരമായിരുന്നു. അവൻ അവൾക്ക് വിഷം നൽകി. വിഷത്തിന്റെ കാഠിന്യം അവളുടെ മുഖത്തെ വികൃതമാക്കി. വിഷത്തിന്റെ കാഠിന്യം കാരണം അവളുടെ മുടി കൊഴിയാൻ തുടങ്ങി. മുഖം വികൃതമായി മാറി. തന്റെ ഈ അവസ്ഥയ്ക്ക് പിന്നിൽ ഭർത്താവിന്റെ ക്രൂരകൈകളാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ഹൃദയം നുറുങ്ങി അവൾ മരിച്ചു. മരണത്തിന് തൊട്ടുമുമ്പ് ഇമോണിനോട് പ്രതികാരം ചെയ്യുമെന്ന് അവൾ ശപഥം ചെയ്തു. ആ ശപഥം ഇമോണിന്റെ ജീവിതം നരകതുല്യമാക്കാൻ പോവുകയാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. ഇനി പ്രതികാരത്തിന്റെ നാളുകൾ. ഈ മാനസിക പീഡനങ്ങൾ ഇമോണിനെ പൂർണ്ണമായി തകർത്തു. അവനൊരു ഒളിത്താവളം തേടി ഒരു മലയിടുക്കിലേക്ക് ഓടിപ്പോയി. അവിടെ വെച്ച് ഒയിവയുടെ ആത്മാവ് അവന്റെ മുന്നിൽ പൂർണ്ണ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവളുടെ വികൃതമായ രൂപവും ഭ്രാന്തമായ ചിരിയും കണ്ട് ഭയന്ന് ആ മലയിടുക്കിൽ നിന്ന് താഴേക്ക് വീണ് അവൻ മരിച്ചു. ചരിത്രത്തിന്റെ ഇരുണ്ട ഇടനാഴികളിൽ മറഞ്ഞിരിക്കുന്ന ഒയിവയുടെ ഈ കഥ ഒരു മുന്നറിയിപ്പാണ്. അധികാരമോഹവും ക്രൂരതയും ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെ നരകതുല്യമാക്കുമെന്ന് ഈ കഥ ഓർമ്മിപ്പിക്കുന്നു. ഒയിവയുടെ ആത്മാവ് ഇപ്പോഴും എഡോ കാലഘട്ടത്തിലെ നിശബ്ദ രാത്രികളിൽ അലഞ്ഞു തിരിയുന്നുണ്ടാകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ കഥകൾക്കായി ഹിഡൻ സ്റ്റോറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തയാഴ്ച മറ്റൊരു മറഞ്ഞിരിക്കുന്ന കഥയുമായി കാണാം.